എല്ലാവർക്കും വിസ്മയ ഫാഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് 48 ഇഞ്ച് ബ്ലൗസ് ആണ്. അളവ് ഉപയോഗിച്ച് 48 ഇഞ്ച് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം ലൈനിങ് ഇതുപോലെ ഒന്ന് വിരിച്ചിടണം. അതിനുശേഷം അളവ് ബ്ലൗസ് എടുക്കണം. അളവ് ബ്ലൗസിൻ്റെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഈ എൻഡിൽ നിന്ന് വേണം അളവെടുക്കാൻ. അതിനുശേഷം ആം ഹോളിൻ്റെ അവിടെ ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലും ഇതുപോലെ ടാപ്പ് വയ്ക്കണം. അതിനുശേഷം അടുത്ത സ്ലീവിലെ ആം ഹോൾ എത്രയാണെന്ന് നോക്കാം. മുപ്പത്തി 6.25. അടുത്ത ഫ്രണ്ടിലും എൻഡ് വെച്ച് നോക്കുക. 48 ആണ് വരുന്നത്. 48ൻ്റെ പകുതി ഇതുപോലെ എടുക്കണം. 24. അടുത്ത് ഒരു മടക്കും കൂടി ടാപ്പ് മടക്കുമ്പോൾ 24ൻ്റെ പകുതി 12 കിട്ടും. അപ്പോൾ ആ 12 അടയാളപ്പെടുത്തണം. ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 1.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇത് തയ്യൽ തുമ്പാണ്. 1.5 ഇഞ്ച്. അതിനുശേഷം ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടെ ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഫ്രണ്ട് പാർട്ട് അടയാളപ്പെടുത്തണം. അതിനായിട്ട് ബ്ലൗസിനെ മറിച്ചിട്ടതിന് ശേഷം ഇത് ഷോൾഡർ മുതൽ എൻഡ് വരെ അടയാളപ്പെടുത്തണം. ഇവിടുത്തെ ഈ ഭാഗം വരെ അടയാളപ്പെടുത്തണം. 13.25 വരുന്നത്. അതിവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഒരു വരയിടുക. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഏത് ബ്ലൗസ് ആയാലും 2.25 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് നെക്കാണ് എടുക്കുന്നത്. ഞാനിവിടെ 2.25 നെക്കിൻ്റെ അളവ് എടുക്കുന്നത്. 2.25 ഒരു പോയിൻറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡറിൻ്റെ വീതി നോക്കണം. 2 ഇഞ്ചാണ്. അപ്പോൾ 2.5 ഇഞ്ച് ഷോൾഡർ എടുക്കുക.
അതിനുശേഷം ഫ്രണ്ട് നെക്ക് എടുക്കാനായിട്ട് ഇതുപോലെ ബ്ലൗസ് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഒരു മാർക്ക് ഇടണം. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ആം ഹോൾ റൗണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. ആം ഹോൾ റൗണ്ട് ബ്ലൗസ് ഇതുപോലെ വെച്ചതിന് ശേഷം ആം ഹോൾ റൗണ്ട് നോക്കണം. ഷോൾഡർ മുതൽ ഇവിടെ വരെയുള്ള സ്ട്രെയിറ്റ് നോക്കണം. ഇതിൽ 4.25 ഇഞ്ചാണ് ഇതിൽ കിട്ടുന്നത്. 4.25 ഇഞ്ചാണ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 4.25 എന്നുള്ളത് ഞാനിവിടെ 5.25 അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആം ഹോൾ റൗണ്ട് വരയ്ക്കാനായിട്ട് ഞാനിവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം, 2.5 ഇഞ്ച്. മിഡ് പോയിൻറ്റിൽ നിന്നും ഇതുപോലെ ഒരു വര ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഒരു 1/4 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഡാട്ടാണ്. ഡാട്ടിൻ്റെ ലെന്ത് എവിടെ വരെയാണെന്ന് നോക്കാം. ഇവിടെയാണ് കിട്ടുന്നത്. സ്റ്റിച്ച് അതിൽ ഇളകിപ്പോയിട്ടുണ്ട്. 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഡാട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ഡാട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 10.5 ഇഞ്ച് എവിടെയാണ് വരുന്നത്? 10.5 ഇഞ്ച് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് 10.5 ഇഞ്ച് വരുന്നത്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇങ്ങനെ നോക്കിയാൽ 4.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനുശേഷം 1.25 ഇഞ്ച് തയ്ക്കാനായിട്ട് വീതി അടയാളപ്പെടുത്തണം. അതിനുശേഷം ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം സൈഡ് ഡാട്ടിന് 1 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അകലത്തിൽ സൈഡ് ഡാട്ട് അടയാളപ്പെടുത്തണം. ഞാനിവിടെ കുറച്ച് ഇവിടെ വരുന്ന 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വരച്ചു കൊടുക്കുക. മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ ഒപ്പം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടുത്തെ അവനായി ഒരു 1/4 ഇഞ്ച്
ഇവിടെ 1/4 ഇഞ്ച് പോവും, ഇവിടെ 1/4 ഇഞ്ച് പോവും. അപ്പോൾ 1/2 ഇഞ്ച്, ഇവിടെയും 1/4 ഇഞ്ച് പോവും. അപ്പോൾ 3/4 ഇഞ്ച്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് എടുക്കും. അതിന് ശേഷം സൈഡിലത്തേതും അതുപോലെ തന്നെ ഒരു ഉദ്ദേശം വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അളവെടുത്ത് വെട്ടി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കട്ട് ചെയ്യണം. ഇവിടുത്തെ 1/2 ഇഞ്ച് ഇതാണ് തയ്യൽ തുമ്പ് വരുന്നത്. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക. ശേഷം രണ്ടാക്കി കട്ട് ചെയ്യണം. ഇനി ഡാട്ട് വരാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എങ്കിലേ അപ്പുറത്തെ വശത്തിൽ പതിയുകയുള്ളൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കണം. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അപ്പുറത്തെ വശം ഇതുപോലെ പതിഞ്ഞ് കിട്ടും. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാർട്ട് എടുത്ത് ബാക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഫ്രണ്ട് പാർട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത് എടുക്കണം. ലെങ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നല്ല വശത്തോട്ട് ഇട്ടതിന് ശേഷം ഷോൾഡർ മുതൽ സ്റ്റിച്ച് ഈ അവസാനത്തെ ഭാഗം വരെയുള്ള ലെന്ത് എടുക്കണം. 14.5 വരുന്നത്. ഇഞ്ചാണ് വരുന്നത്. ഒരു 14.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 14.5 ഇഞ്ച്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ തയ്യൽ തുമ്പിനായിട്ട് ഇടണം. അപ്പോൾ ടോട്ടൽ 15 ഇഞ്ച്. അതിനുശേഷം
1.5 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. 1.5 ഇഞ്ച് ശേഷം വരച്ചെടുക്കുക. അതിനുശേഷം ഡാട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക, ബാക്ക് പാർട്ടിൻ്റെ ഡാട്ട്. അതിനുശേഷം ഒരു 1 ഇഞ്ച് നീക്കി വരയ്ക്കുക. ഫ്രണ്ട് പാർട്ടിൽ നിന്നും ബാക്ക് പാർട്ട് വീതി കുറവായിരിക്കണം. അതിനുശേഷം ഇതിൻ്റെ ആം ഹോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് അളവ് ബ്ലൗസിൻ്റെ നെക്ക് വരയ്ക്കാനായി ഇതുപോലെ ഷോൾഡർ ഒപ്പം പിടിച്ച് ഇതുപോലെ സെൻറ്റർ പോർഷൻ നോക്കുക. സെൻറ്റർ ഇതുപോലെ എടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ മാർക്ക് വരുന്ന ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വരഞ്ഞെടുക്കുക. ഒരു 1/2 ഇഞ്ച് പൊക്കി വേണം വരയ്ക്കാൻ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം മാറ്റി വയ്ക്കുക. അടുത്ത് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് ഇതിൽ കുറച്ചാണുള്ളത്. ബാക്കി തികയാത്ത ലൈനിങ് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മടക്കി ഇതുപോലെ തയ്ക്കാത്തതുകൊണ്ട് 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പിന് വേണ്ടി വിടുന്നത്. ഇവിടെയും ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാറ്റുക. അതിനുശേഷം ഇവിടെ ഇതുപോലെ കറക്റ്റ് ഇവിടെ അടയാളപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ച് നീക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
സ്ലീവ് കട്ട് ചെയ്യുക. അതിനുശേഷം സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്ത് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്ലൗസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ബ്ലൗസിൻ്റെ നല്ല വശം നോക്കുക. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൊട്ട് സൂചി വെച്ച് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. നെക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കണം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ വിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരിക്കലും ഒപ്പത്തിനൊപ്പം കട്ട് ചെയ്യാതിരിക്കുക. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിന് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിന് ഫ്രണ്ട് പാർട്ട്. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിന് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. കുറച്ച് ഇവിടെ വീതി കൂട്ടിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞു വന്നാൽ ലൈനിങ് പീസ് ജോയിൻ ചെയ്താൽ മതി. ഫ്രണ്ട് കൈക്കുഴി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വെട്ടി എടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തിട്ട് വെട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ ഐപ്പട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4.25 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെന്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഹുക്ക് വയ്ക്കാനായിട്ടുള്ള പീസും 2 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും സെയിം ലെന്താണ് വരുന്നത്. 48 ഇഞ്ച് ബ്ലൗസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.